Hello and welcome all to Super Chef. I am in Ernakulam MG Road Yuvrani Residency Hotel. This is Chef Honey in this episode of Super Chef. Welcome to Super Chef. Thank you. Chef, honey is a kidlin preparation. It's turmeric grilled fish. Okay, turmeric grilled fish. A fusion preparation. Fusion of Indian and continental preparations. Preparation. Okay. Fusion. So, Indian and continental fusion preparation we will try. And the turmeric grilled fish. Okay. Naming preparation. Indianness and Conti flavor? Indianness is turmeric. Okay. Indianness and ginger garlic paste. Indian and continental mixed herbs. Mixed herbs. Mixed herbs are rosemary, thyme, marjoram, sage. These herbs are pudina, maliyala, uluvayala continental cuisine use herbs are okay. spicy. Okay. So, manjalum, inji, velthulli ഒക്കെ നമ്മുടെ നാടൻ ഫ്ലേവർ തരുന്നത്. Okay. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഷെഫ്. Okay. മാരിനേറ്റ് ചെയ്യാം. Okay. അപ്പോൾ ഫിഷിനെ ആദ്യം നമ്മൾ മാരിനേറ്റ് ചെയ്തെടുക്കാണ്. ഇത് ഫില്ലേ നമ്മൾ ചെയ്തു വെച്ചാണ്. ബോൺലെസ് പീസസ് ആണ്. ബോൺലെസ് പീസസ് ആണ് പിന്നെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തു. സ്ക്വയർ ആയിട്ട് കട്ട്. നെയ്മീൻ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. സീ ഫിഷ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ എനി അതർ ഫിഷ്. Okay. ഇത് മോദ ആണെങ്കിൽ കൊള്ളാം. ഇവൻ വൈറ്റ് പോംഫ്രെറ്റ് ആണെങ്കിലും വൈറ്റ് പോംഫ്രെറ്റ് ആണെങ്കിലും കൊള്ളാം. Okay. അപ്പോൾ ആദ്യം നമ്മൾ അതിന്റെ മാരിനേഷൻ എന്താണെന്ന് നോക്കാൻ പോണേ. അപ്പം ഈ ഒരു ഫ്യൂഷൻ കോണ്ടി പ്രിപ്പറേഷന്റെ മാരിനേഷൻ. ആദ്യം നമുക്ക് ആവശ്യം ലെമൺ ജ്യൂസ്. ലെമൺ ജ്യൂസ് ഒരു സ്പൂൺ. 2 സ്പൂൺ. 2 സ്പൂൺസ് ഓഫ് ലെമൺ ജ്യൂസ്. നാരങ്ങയുടെ ജ്യൂസ്. പെപ്പർ വേണം. ഇത്തിരി പെപ്പർ. വൈറ്റ് പെപ്പർ ആണ്. വൈറ്റ് പെപ്പർ ആണ്. നല്ല സ്പൈസി ആയിരിക്കും. മതിയോ? ഓക്കേ. സോൾട്ട് വേണം. ഉപ്പ്. turmeric. മഞ്ഞൾ. മതിയോ? half teaspoon. ginger garlic paste. ഓക്കേ. ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്. നമ്മൾ സോൾട്ട് ഇടണം. കുറച്ചും കൂടി സോൾട്ട്. ഇതിന്റെ ഒരു മാരിനേഷൻ പേസ്റ്റ് ആണ് നമ്മൾ നോക്കണം അല്ലേ? ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ 2 സ്പൂൺ നാരങ്ങയുടെ ജ്യൂസ് എടുത്തു. പിന്നെ കുറച്ച് വൈറ്റ് പേപ്പർ, കുറച്ച് ടർമറിക്, കുറച്ച് ഉപ്പും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റും പിന്നെ കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് അതിന്റെ ഒരു പേസ്റ്റ് ആക്കി ഒരു ഫൈൻ ഒരു മാരിനേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ. ഫൈൻ ഒരു പേസ്റ്റ് ഉണ്ടാക്കാണ്. കുറച്ചുകൂടി ലെമൺ ജ്യൂസ് ആണ്. ഓക്കെ. ശകലം കൂടി ലെമൺ ജ്യൂസ്. ഓക്കെ. ഈ ലെമൺ ജ്യൂസ് എന്ന് പറയുമ്പോൾ അതിനൊരു പുളിപ്പുണ്ടോ? അതിലൊരു ഒരു സോർ ടേസ്റ്റ് ആയിരിക്കും. ലെമൺ ജ്യൂസിന്റെ ആ ഒരു പുളിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ആ ജിഞ്ചറിന്റെ ചെറിയൊരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവും. നമ്മുടെ ഹോട്ടൽ യുവറാനി എന്ന് പറയുന്ന സീ ഫുഡിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഹോട്ടലാണ്. അപ്പോൾ ഇതും മെനുവിൽ അവൈലബിൾ ആണോ? മെനുവിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ നെയ്മീൻ്റെ ഇവിടെ ഫില്ലറ്റ് എന്ന് പറയുന്ന സ്ക്വയർ ആൻഡ് ബോൺലെസ് ഒരു പോർഷനാണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ പേസ്റ്റ് സ്പ്രെഡ് ചെയ്യാണ് അല്ലേ രണ്ട് സൈഡും. ഇത് മാരിനേഷൻ എത്ര സമയം ചെയ്ത് വെക്കണം? 15 to 20 minutes. ഓക്കെ. 15 to 20 minutes മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഗ്രിൽ ചെയ്തെടുക്കാം. ഗ്രിൽ ചെയ്തെടുക്കണം. ഓക്കെ. അപ്പോൾ ഒരു ഇന്ത്യൻ ഫ്യൂഷൻ മിക്സ് അല്ലേ? ഇന്ത്യൻ ആൻഡ് കോണ്ടിനെന്റൽ മിക്സ്ഡ് ഒരു ഫ്യൂഷൻ ആണ്. ഓക്കെ. പ്യൂർ കോണ്ടിനെന്റൽ അല്ല, പ്യൂർ ഇന്ത്യനും അല്ല. രണ്ടും കൂടെ ഉള്ള ഫ്യൂഷൻ. പ്യൂർ കോണ്ടി ആണെങ്കിൽ നമ്മൾ ഈ മഞ്ഞളും വെളുത്തുള്ളിയും കാണുകയല്ല, ഇഞ്ചിയും ഒക്കെ പേസ്റ്റ് അവോയ്ഡ് ചെയ്യണം. മറ്റേ എനിക്കൊന്ന് കോണ്ടിനെന്റൽ ഫ്ലേവേഴ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര മൈൽഡ് ആണ് അല്ലേ? മൈൽഡ് ഫ്ലേവേഴ്സ് ആണ്. അവരുടെ ഇതൊരു മെയിൻ കോഴ്സ് ആയിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അപ്പം നമ്മളിത് മാരിനേറ്റ് ചെയ്തിരിക്കുന്നത് ലെമൺ ജ്യൂസ്, ടർമറിക്, പെപ്പർ പൗഡർ, സോൾട്ട് ആൻഡ് മിക്സ്ഡ് ഹെർബ്സ് ആണ്. മിക്സ്ഡ് ഹെർബ്സ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റോസ്മേരി, തൈം, മാർജറം ആൻഡ് സേജ് ഉണ്ട്. നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. മാരിനേറ്റ് ചെയ്ത് നമ്മൾ 15 minutes മാറ്റി വെക്കാൻ പോവാണ്. അപ്പോൾ ഈ 15 minutes കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മാരിനേഷൻ കഴിഞ്ഞ് പിന്നെ നമുക്ക് ഗ്രിൽ ചെയ്യാം. അപ്പോൾ 15 minutes കഴിഞ്ഞ ശേഷം നമ്മുടെ മാരിനേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് ഇനി നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കുകയാണ്. റിഫൈൻഡ് ഓയിലാണ് ഗ്രിൽ ചെയ്യാൻ പോകുന്നത്. പാൻ ചൂടായതിനു ശേഷം 4-5 teaspoons. ഓക്കെ. 4-5 spoons of refined oil. Refined oil. മതിയോ?
അതിൻ്റെ എല്ലാ സൈഡിലേക്ക് ഓയിൽ എത്തി എന്നുള്ളതൊന്ന് ഓക്കെ ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്യാം. ടിൽറ്റ് ചെയ്യണം അല്ലേ? ഇതിന്റെ ഇതൊരു മെയിൻ ഡിഷ് ആണ്. ക്വാണ്ടിറ്റി പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒരു മെയിൻ ഡിഷ് ആയിട്ട് സെർവ് ചെയ്യണം അല്ലേ? അതിൻ്റെ കൂടെ ബോയിൽഡ് വെജിറ്റബിൾസും ഒരു സ്മോൾ സാലഡ് ഓക്കെ എല്ലാം വെച്ചിട്ട് സെർവ് ചെയ്യാം. പക്ഷെ ഇതേ പ്രിപ്പറേഷൻ ഇപ്പൊ നമ്മൾ നാടൻ നമ്മുടെ വീട്ടിലിപ്പോ ഉണ്ടാക്കെങ്കിൽ നമ്മൾ അങ്ങനെയല്ലല്ലോ കഴിക്കുന്ന ഒരു മെയിൻ ഡിഷ് ആയിട്ട്. അപ്പൊ എന്തിന്റെ കൂടെ കഴിക്കാൻ പറ്റും? ചോറിന്റെ കൂടെ കഴിച്ചു നോക്കാം. ബ്രെഡിന്റെ കൂടെ ഒക്കെ കഴിക്കാം. ബ്രെഡിന്റെ കൂടെ കഴിക്കാം. ചപ്പാത്തി ബ്രെഡിന്റെ കൂടെ പക്ഷെ അത്രയ്ക്ക് ഒരു കോമ്പിനേഷൻ ആവില്ല. അത് ഒരു മെയിൻ മീലായിട്ട് സാലഡ് അങ്ങനെ ആ ഒരു കോമ്പിനേഷനിൽ പോകും. നമ്മൾ ഈ ഫ്ലേവേർഡ് ഈ ഹെർബ്സ് ഒക്കെ ഇടുമ്പോൾ അതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അത് പക്ഷെ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തോളുന്നില്ല. അപ്പം ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊള്ളുന്നില്ല. വെറൈറ്റിക്ക് വേണ്ടി ട്രൈ ചെയ്യാം. ഇത് ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷിനെ ഗ്രിൽ ചെയ്യാനായിട്ടാണ്. ഇപ്പൊ രണ്ട് സൈഡും ആയി വരാൻ ഒരു 5 minutes എടുക്കും. 10 minutes 10 minutes ബോത്ത് സൈഡ് ചെയ്ത് വരുമ്പോൾ 10 minutes ആകുമ്പോഴത്തേക്കും നമ്മൾ പ്രിപ്പറേഷൻ റെഡിയാവും അല്ലേ? സ്ലോ ഫയറിൽ കുക്ക് ചെയ്യണം. സ്ലോ ഫയറിൽ അപ്പോഴാണ് ഉള്ള ശരിക്കും കുക്കാവുള്ളൂ ഫിഷിന്. സ്ലോ ഫയറിൽ എനിക്കൊന്ന് പതുക്കെ കുക്കായി വരുമ്പോഴത്തേക്ക് അതിന്റെ ഫ്ലേവേഴ്സ് എല്ലാം ഉള്ളിലേക്ക് കയറും അല്ലേ? സ്ലോ ഫയറിൽ കുക്ക് ചെയ്യാണ്. രണ്ട് സൈഡും നമ്മൾ മാറ്റിയിട്ട് കൊടുക്കണം. എനിക്ക് 10 minutes സ്ലോ ഫയർ ആകുമ്പോൾ 10 minutes എടുക്കും അല്ലേ? 10 minutes എടുക്കും. കുറച്ചും കൂടെ മോയിസ്റ്റ് ആവണമെങ്കിൽ ഓയിൽ വാഷ് നമുക്ക് ചോറ് കഴിക്കാം. അങ്ങനെ നമ്മൾ മാരിനേറ്റ് വെച്ചിരിക്കുന്ന ഫിഷിനെ നമ്മൾ ഗ്രിൽ ചെയ്തെടുത്തിരിക്കുകയാണ്. രണ്ട് സൈഡും സ്ലോ ഫയറിലും ഗ്രിൽ ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ശകലം ബ്രൗൺ ആകുമ്പോഴേക്കും നമ്മൾ അറിയാം. ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും ഇനിയിപ്പോൾ നമ്മൾ സെർവ് ചെയ്യാൻ പോവാണ്. ഷെഫ് ഹണിയുടെ ബ്യൂട്ടിഫുൾ ഡെക്കറേറ്റഡ് പ്ലേറ്റ് ഇവിടെയുണ്ട്. ഇത് ഒരു മെയിൻ കോഴ്സ് ഐറ്റം ആണ്. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ബോയിൽഡ് വെജിറ്റബിൾസും സെർവ് ചെയ്തു അല്ലേ? സാലഡ്. അപ്പൊ നമ്മുടെ മെയിൻ കോഴ്സ് പ്രിപ്പറേഷൻ ഒരു ഫ്യൂഷൻ പ്രിപ്പറേഷൻ, ഇന്ത്യൻ ആൻഡ് കോണ്ടിനെന്റൽ ഫ്ലേവർ ഉള്ള ഒരു പ്രിപ്പറേഷൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ടർമറിക് ഗ്രിൽഡ് ഫിഷ് അല്ലേ? ലെമൺ വെഡ്ജും മിക്സ്ഡ് ഹെർബ്സ് അതിൻ്റെ മേളിൽ ഗാർണിഷായിട്ട്. അപ്പം കുറച്ച് ഗാർണിഷിന് വേണ്ടി മിക്സ്ഡ് ഹെർബ്സ് ഇട്ട് കൊടുത്തു. അതിൻ്റെയാണ് ആ ക്വാണ്ടിറ്റി ഫ്ലേവർ വരാൻ പോണേ. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഷെഫ്. ഒരു വണ്ടർഫുൾ ഫ്യൂഷൻ ഒരു പ്രിപ്പറേഷൻ ആണ് നമ്മൾ ട്രൈ ചെയ്തത്. ടർമറിക് ഗ്രിൽ ഫിഷ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഒരു മെയിൻ കോഴ്സ് ഡിഷ് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടോ അല്ലെങ്കിൽ പിന്നെ റൈസിനോട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒരു വെറൈറ്റി ഐറ്റം ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.